ചൈന മറ്റു രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശ നുഴഞ്ഞുകയറ്റം എന്നവസാനിപ്പിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യ നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ചൈനയ്ക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അരുണാചൽ പ്രദേശ് കീഴടക്കാനുള്ള ചൈനയുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാലം അരുണാചൽ പ്രദേശിലേക്ക് എത്താനുള്ള എല്ലാ പദ്ധതികളും ചൈന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തിബറ്റിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് റെയിൽവേ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ അടുത്ത് ചൈന ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കി. ചൈന പറഞ്ഞത് എന്താണ്? അവരുടെ ഗ്രാമവാസികളെ താമസിപ്പിക്കാനാണ് അവർ അവിടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നാണ്. പക്ഷെ യഥാർത്ഥത്തില് ചൈന അവിടെ സൈന്യത്തെ കൊണ്ട് താമസിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അരുണാചൽ പ്രദേശിന്റെ അടുത്ത് വലിയ രീതിയിലുള്ള സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ചൈന നടത്തുന്നത്. ചൈന അരുണാചൽ പ്രദേശിനെ വിശേഷിപ്പിക്കുന്നത് തന്നെയാണ് സൗത്ത് തിബറ്റ് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗമായ അരുണാചൽ പ്രദേശിൽ ഇന്ത്യ ഒരു ടണൽ നിർമ്മിച്ചപ്പോൾ ചൈനയെ അത് പ്രകോപനം കൊള്ളിപ്പിച്ചത്. ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടണൽ ഉദ്ഘാടനം ചെയ്തതാണ് ഇപ്പോഴുള്ള ചൈനയുടെ പ്രധാന പ്രശ്നം. ചൈന ഉന്നയിക്കുന്ന വിചിത്രവാദമാണ് ഇപ്പോൾ വാർത്തകളിൽ ചർച്ചയാകുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല, ചൈനയുടെ ആണെന്നുള്ളത്. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ചില കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ വാശി പിടിച്ച് പറയും, ഇത് നിന്റെ അല്ല എൻ്റെ ആണെന്നൊക്കെ. അതുപോലെയാണ് ചൈന ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ കൈയടക്കി ഭരിക്കണം എന്നുള്ള അത്യാഗ്രഹമുള്ള രാജ്യമാണ് ചൈന. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ചൈന മടിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ചൈന സാമ്രാജ്യത്വ ബോധത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇപ്പോ അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുകയാണ് ചൈനയ്ക്കെതിരെ. എന്ത് പറഞ്ഞുകൊണ്ട്? ചൈനയുടെ അവകാശവാദത്തെ പൂർണ്ണമായി എതിർത്തുകൊണ്ടാണ് അമേരിക്ക വന്നിരിക്കുന്നത്. ശരിയാണ്, അരുണാചൽ പ്രദേശ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടി തന്നെയാണ്. പലതവണ ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ വാക്കേറ്റവും സംഘർഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് സിക്കിം പോലെ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പുതിയ റോഡുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകളും വലിയ തോതിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് വരെ ഇപ്പൊ UPA സർക്കാർ ആണെങ്കിലും അതുപോലെ തന്നെ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല. കാരണം എന്താണെന്നറിയോ? ചൈനയെ പേടിച്ചിട്ട് തന്നെ. ചൈന വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ അവിടെ നടത്തുമെന്നുള്ള പേടി കൊണ്ട്, ഭയം കൊണ്ട്. ഒരിക്കൽ AK ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചൈനീസ് അതിർത്തിയിൽ വലിയ പ്രവർത്തനമൊന്നും നടത്താത്തതിന്റെ കാരണം ചൈനയെ പേടിച്ചിട്ടാണെന്ന്. ഇതായിരുന്നു കോൺഗ്രസിന്റെ നയമെന്ന് AK ആന്റണി ലോകസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് കോൺഗ്രസിന്റെ നയം അങ്ങനെയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ചൈന കളിക്കുന്നത് ഇത്രയും കാലം കണ്ട ഇന്ത്യയോടല്ല, മോദിയുടെ ഇന്ത്യയോടാണ്. ഇപ്പോ അവിടെ മിലിറ്ററി മൂവ്മെന്റുകൾ നടത്താനുള്ള സജ്ജീകരണം അവിടെ നടത്തുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ചൈനയെ പ്രകോപിപ്പിക്കുന്നത്. ചൈന അരുണാചൽ പ്രദേശിലെ പല ഗ്രാമങ്ങളുടെ പേര് മാറ്റുകയൊക്കെ ചെയ്തു. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ പോകുന്ന അരുണാചൽ സ്വദേശികൾക്ക് ബീജിംഗിൽ പോകാൻ വിസ വേണ്ട എന്നുള്ള നിലപാടൊക്കെ ചൈന മുന്നോട്ട് വെച്ചുകയൊക്കെ ചെയ്തിരുന്നു. ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ചൈന അവിടെ ചെയ്തു കൂട്ടിയാലും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ലാതെ പോകില്ല. ഇനി അരുണാചൽ പ്രദേശ് ഇപ്പോഴുള്ള സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ നിന്നും വിട്ടുപോകില്ല എന്നുള്ള കാര്യത്തിലും ഉറപ്പു തന്നെയാണ്.